ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ 2 സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത്. വരുന്ന 10-ാം തീയതി നടക്കുന്ന ആദ്യ മത്സരത്തിൽ സൗത്ത് കൊറിയയും 14-ാം തീയതി നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ജപ്പാനുമാണ് ബ്രസീലിന്റെ എതിരാളികൾ. ഈ മത്സരങ്ങൾക്കുള്ള ബ്രസീലിന്റെ സ്ക്വാഡ് നേരത്തെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും ഈ 2 മത്സരങ്ങളിൽ ആരായിരിക്കും ബ്രസീലിന്റെ ക്യാപ്റ്റൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂചനകൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്. കാസെമിറോ ഈ മത്സരത്തിൽ ബ്രസീലിനെ നയിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 2 മത്സരങ്ങളിലും ക്യാപ്റ്റൻ കാസെമിറോ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. കാർലോ ആഞ്ചലോട്ടിയുടെ വളരെ പ്രിയപ്പെട്ട ഒരു താരമാണ് കാസെമിറോ. അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കളി കാർലോ ആഞ്ചലോട്ടിക്കില്ല. അദ്ദേഹത്തെ എപ്പോഴും ടീമിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാണ്. ഇപ്പോൾ ക്യാപ്റ്റൻ സ്ഥാനവും കാസെമിറോക്ക് തന്നെയായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. നമുക്കറിയാം, നെയ്മർ ജൂനിയർ പരിക്ക് കാരണം പുറത്താണ്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ മാർക്കിഞ്ഞോസ് ആണ് ബ്രസീലിന്റെ ക്യാപ്റ്റൻ സ്ഥാനം വഹിക്കാറുള്ളത്. പരിക്ക് കാരണം മാർക്കിഞ്ഞോസും പുറത്താണ്. അതേസമയം മറ്റൊരു ക്യാപ്റ്റൻ മെറ്റീരിയലായ റാഫീഞ്ഞയും ടീമിനകത്തില്ല, അദ്ദേഹത്തിനും പരിക്കാണ്. അതുകൊണ്ടാണ് കാസെമിറോക്ക് ഈ ഒരു സ്ഥാനം ഉറപ്പായിട്ടുള്ളത്. ഏതായാലും ബ്രസീലിന് ഇനി നവംബറിൽ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നുണ്ട്. അത് ആഫ്രിക്കൻ ടീമുകളായ ടുണീഷ്യയും സെനഗലുമാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. പിന്നീട് മാർച്ച് മാസത്തിലാണ് 2 സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുക. അത് ഫ്രാൻസ്, നെതർലാൻഡ്സ് എന്നിവർക്ക് വേണ്ടിയാണ് ബ്രസീൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വേൾഡ് കപ്പിന് വേണ്ടിയാണ് ബ്രസീൽ പോവുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.